ജി ശ്രീജിത്ത് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീജിത്ത് കോട്ടയത്ത് നിന്നാണ് ചേരുന്നത്. ശ്രീജിത്ത്, കോട്ടയത്ത് ഒഴുക്കിൽപ്പെട്ട് ഒരാൾ മരിച്ചു എന്ന ദുഃഖകരമായ വിവരം വരുന്നുണ്ട്. ഒപ്പം മറ്റ് സാഹചര്യങ്ങൾ എങ്ങനെയാണ്? മഴ ഇപ്പോൾ മാറി നിൽക്കുന്നുണ്ടോ? വെള്ളം കയറിയ ഇടങ്ങളിൽ നിന്ന് എന്താണ് ശുചീകരണം ഉൾപ്പെടെ എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് ജില്ലയിലെ സാഹചര്യം? ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് താഴത്തങ്ങാടി മേഖലയിലാണ്. മീനച്ചിലാർ ഏതാണ്ട് കര കവിഞ്ഞ് ഒഴുകുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. സാധാരണ ഈ വലിയ കിഴക്കൻ വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് തന്നെയാണ് പൊതുവെ സാഹചര്യം ഉണ്ടാകാറുള്ളത്. ഇത് റോഡും ഈ പുഴയും തമ്മിൽ യാതൊരു അകലവുമില്ലാത്ത നിലയിലേക്കാണ് ഇവിടെ വെള്ളം എത്തിച്ചേരാറുള്ളത്. ഇവിടെ നിന്ന് അപ്പുറത്തൊക്കെയുള്ള വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചേട്ടാ, അവിടോട്ട് വണ്ടി പോവില്ല അല്ലേ? അങ്ങോട്ട് വണ്ടി പോകത്തില്ല, ഭയങ്കര വെള്ളമാണ്. എന്താണ് അവിടെ വീടുകളുടെയൊക്കെ ഒരു അവസ്ഥ? അതാണ് ഈ ഭാഗത്ത് ഇവിടെ ഈ വെള്ളക്കെട്ട് തുടങ്ങുന്ന സ്ഥലമാണ്. ഇവിടെ ഇത്രയും വാഹനങ്ങൾ, ഈ അല്പം ഉയരമുള്ള വാഹനങ്ങളൊക്കെ ഇതുവഴി പോകുന്നുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഈ പുഴയും ഈ റോഡും ഒരുപോലെ പോകുന്നതുകൊണ്ട് തന്നെ വല്ലാതെ, അതായത് ഈ ഒഴുക്ക് കാര്യമായി റോഡിലും ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ വെള്ളം കയറി നിൽക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതായത് ഇന്നലെ മുതൽ അതിശക്തമായ മഴ ഇന്നലെ രാത്രി മുതലൊക്കെ തന്നെ കിഴക്കൻ മേഖലയിൽ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഏതാണ്ട് ഈ താഴ്ന്ന പ്രദേശങ്ങൾ, ഈ പടിഞ്ഞാറ് മേഖലയിൽ ഇത് വെള്ളത്തിലായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോഴും തുടരുന്നു. അത് ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് എടുത്ത് പറയാൻ സാധിക്കുന്നത്. ഇത് കേവലം ഒരു സ്ഥലത്തെ മാത്രം കാഴ്ചയല്ല. ഇത് ഈ ഒരു പഞ്ചായത്ത്, ഇപ്പോൾ കോട്ടയം നഗരസഭയുടെ പടിഞ്ഞാറൻ മേഖലയാണ് ഇത്. ഇവിടെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് അപ്പുറത്താണ് തിരുവാർപ്പ് പഞ്ചായത്തുള്ളത്, അതിനപ്പുറത്താണ് കുമരകമുള്ളത്, ആർപ്പൂക്കരയും ഐമനവും ഒക്കെ ഈ പ്രദേശത്തായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എല്ലാം തന്നെ ഇതേ സമാനമായ സ്ഥിതിയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ പുഴയുടെ അങ്ങേ കരയിലൊക്കെയുള്ള വീടുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാകും. അവിടെയൊക്കെയും വെള്ളം കയറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. അതായത് കുമരകം റോഡിലേക്കുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും തടസ്സപ്പെടുന്നു. കിഴക്കൻ മേഖലയിൽ ഇന്നലെ വീണ്ടും രാത്രി ശക്തമായ മഴ പെയ്തതോടെ പാലാ ഈരാറ്റുപേട്ട റോഡിൽ വീണ്ടും വെള്ളം കയറുകയും വാഹന ഗതാഗതം തടസ്സപ്പെടുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതി ഉണ്ട്. എന്തായാലും ഇന്നലെ രാത്രി വൈകി വലിയ അലർട്ടിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന സ്ഥിതി, അതായത് റെഡ് അലർട്ട് പോലെ രാത്രി അത്രയും ശക്തമായ മഴ പെയ്യും എന്നൊക്കെയുള്ള മുന്നറിയിപ്പൊക്കെ രാത്രി വൈകി അർദ്ധരാത്രിയോടുകൂടി വരുന്ന സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാവിലെയും മഴ പെയ്തു. നമ്മളിങ്ങനെ നടന്നു പോകുന്ന സ്ഥലത്ത് ചിലയിടങ്ങളിൽ റോഡിൽ കുറച്ചുകൂടി ആഴം ഉണ്ട്. ഈ റോഡിൻ്റെ ഒരു പോക്കനുസരിച്ചാണ് അതും വരുന്നത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ദുരിതപ്പെയ്ത്ത് തുടരുകയാണ്. ഇന്ന് രാവിലെയും ഇപ്പോൾ ചെറിയ ചാറ്റമഴയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത്. അതിനപ്പുറത്തേക്ക് പലയിടത്തും ശക്തമായ മഴ പെയ്യുന്നു. ചിലയിടത്ത് ഇടയ്ക്കൊന്ന് മഴ മാറി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നലത്തെ പകലാണെങ്കിൽ കുറച്ചുകൂടി സ്വസ്ഥമായിരുന്നു, ഇത്രയധികം മഴ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഈ ഒരു വലിയ ദുരിതം ഈ മേഖലയിലാകെ തുടരുകയാണ്. പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ച് കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലാകെ. ജി ശ്രീജിത്തിൻ്റെ റിപ്പോർട്ടാണ് കണ്ടത്. കോട്ടയത്ത് ചാറ്റൽ മഴ ഇപ്പോഴുമുണ്ട്, ആശങ്കകൾ തുടരുകയാണ്, ഒപ്പം ജാഗ്രതയും തുടരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.